അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നല്ല പാട്ടുകൾ നമുക്ക് പാടുവാൻ കഴിഞ്ഞു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 1 വൃത്താന്ത പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ വായിക്കാം. 1 വൃത്താന്ത പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. First Chronicles chapter പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. Thanking God for this blessed verses. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊരാലയം പണി, അല്ലെങ്കിൽ ദൈവത്തിന് നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി വെക്കണം എന്ന ഹൃദയത്തിലൊരു ആഗ്രഹം വരുവാനിടയായി. David had a desire in his heart to build a temple for the God. ദാവീദ് നോക്കിയപ്പോൾ താൻ അരമനയിൽ വസിക്കുന്നുണ്ട്. When he looked, he was living in a palace. നിയമപ്പെട്ടമോ തിരശ്ശീലയ്ക്ക് കീഴെ ഇരിക്കുകയാണ്. But the tabernacle was outside. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. He started praying. ദൈവത്തിന് ദൈവത്തിനൊരാലയം പണിയണമെന്ന് ഹൃദയത്തിൻ്റെ അകത്തൊരു ഭയങ്കര വാഞ്ച വരുവാൻ. He had a great desire in his heart to build a temple for God. ഇത് ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ when this came into his heart, നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കിലേക്ക് ചൊല്ലുകയാണ്. Nathan the prophet came unto him. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ ചെന്ന് he came unto David and told. ദൈവത്തിന്റെ ആലോചന നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. He was conveying the message from God. നീ എവിടെ ആയിരുന്നു കഴിഞ്ഞ നാളുകളിൽ, നീ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്ന് നാഥാൻ പ്രവാചകൻ പറയുന്നു. Prophet Nathan was telling David about where he was in the past. അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ 7-ാം വാക്യം ദൈവത്തിൽ നിന്ന് വായിച്ചേ. Verse 7. നോക്കിയേ, ദൈവത്തിന് എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആടുകളെ നോക്കുവാൻ തന്നെ എടുത്തു. I have chosen you from the pastures to be a ruler of my people. ദാവീദിന്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നാഥാൻ പ്രവാചകൻ ചെന്ന് ഓർപ്പിക്കുകയാണ്. Nathan is reminding him about his past experiences. നാഥാൻ പ്രവാചകൻ അത് ഓർപ്പിക്കുമ്പോൾ തന്നെ when he was telling all these things, ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം അറിഞ്ഞു. God knew the desire of the heart of David. അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. On verse 9 we read like this. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനോട് I will ordain a place for my people of Israel. ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും I will ordain a place for them. അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് they will dwell in that place. അവിടെ നിന്ന് ഇളകാതെ വണ്ണം and I will plant them. അവരെ നടുകയും ചെയ്യും. I will plant them and they shall not be moved. പറയുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി for the people of Israel ഒരു സ്ഥലം ഒരുക്കും. I will prepare a place. ഒരു സ്ഥലത്ത് പാർക്കും. I will make them stay on a place. അത് ഇളകാത്തതാണ്. that is not shaken. അതൊരിക്കലും മാറിപ്പോകാത്തതാണ്. that will never be moved. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. I will work for that. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. I know what should I do for that. അതുകൊണ്ടാണ് പറഞ്ഞത് താഴോട്ട് വായിക്കുമ്പോൾ when we read downwards, that's what it's written. അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ verse 11 we read like this. അതിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. ആ ആ ആ ആ നോക്കിയേ, ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ്.
These are the promises that God is giving to ദാവീദ്, David. നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും കൂടെ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. Not only for you, I'm going to tell you something about your children, about your next generation. എന്താണ് പറയുന്നത്? What is he telling? നിന്നിലൂടെ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ, The things that you should God is planning to do through you, അത് ചെയ്തെടുക്കേണ്ടതിന്, in order for that to be done, അതിന്റെ പ്രവൃത്തിയിലേക്ക് വരേണ്ടതിന്, in order to bring that into നീ practice, ചിന്തിക്കുന്നതിനപ്പുറമായി ചില കാര്യങ്ങൾ ഞാൻ I'm ചെയ്യുകയാണ്. going to do something beyond your imagination. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, When we read downwards, പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 14 വാക്യം വായിച്ചാൽ, verse 14. അതിന്റെ 14, ഞാൻ അവന്റെ ആലയത്തിലും എന്നേക്കും നിലനിർത്തും. I will settle him in my house and my kingdom ഞാനിത് forever. പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്താ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. I don't know what is going through your mind when I'm saying പക്ഷേ this, ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. but there are some things that God has spoken to Pastor. ജീവിതത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God would like to bring you back to the ദൈവം അതിന്റെ promises. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം God ആഗ്രഹിക്കുന്നുണ്ട്. would like to bring that into bring the promises into പക്ഷേ ഇന്ന് reality. ഇന്ന് രാത്രി പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ദൂത് ഇതിനോട് കണക്റ്റഡ് ആണ്. The message that we heard in the first session is connected to this. എന്ന് ദാവീദ് യഥാസ്ഥാനപ്പെടുന്നോ അന്നേ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. When he came back to God and restored himself, then God's started എന്ന് ദൈവജനം യഥാസ്ഥാനപ്പെടുന്നോ അവിടെ ദൈവ പ്രവൃത്തി നടക്കത്തുള്ളൂ. When God restored himself, then when the work of God happened. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ, In order for God's promises to be fulfilled, ദൈവസഭയ്ക്ക് വേണ്ടത് ഒന്ന് വിശ്വാസം വേണം. first thing that the church should have is you should have a belief. 2 വിശ്വസ്തത വേണം. You should be faithful. 3 വിശുദ്ധി വേണം. You should be holy. 1 വിശ്വാസം വേണം. First you should have faith. 2 ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഉറപ്പോടെ വിശ്വസ്തതയോടെ നിൽക്കണം. You should be faithful in the presence of God. വിശ്വസ്തയോടെ നിൽക്കുക മാത്രമല്ല, Not only being faithful in the presence of വിശുദ്ധിയോടെ God, നിൽക്കണം. you should stay holy. വിശ്വാസം, Faith, വിശ്വസ്തത, faithfulness, വിശുദ്ധി, holy. ഇതുണ്ടെങ്കിൽ if you have these 3 ദൈവത്തിന്റെ things, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. God will bring the promises to be fulfilled. ദാവീദിനോട് ദൈവം പറയുകയാണ്, God is asking David, നിന്റെ പിതാക്കന്മാരോട് ചെയ്ത പോലെ അല്ല, not as I have promised to your fathers. നീ എന്നോട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. There are some things that you have promised to me. അതിന്റെ നിവർത്തിയിലേക്ക് കൊണ്ടുവരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. I would like to bring that bring that into നിനക്ക് മാത്രമല്ല, not only for you, നിന്റെ കുടുംബത്തിലേക്കും അത് വെളിപ്പെടുത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. that should be revealed along within your family അത് also. രോഗദുഃഖങ്ങളാകട്ടെ, It could be your അത് sicknesses, പ്രതിസന്ധികളാകട്ടെ, it should be the troubles, it could അതിന്റെ be, മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം but God will വിശ്വസ്തനാണ്. bring that into fulfillment. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്, Let me tell you this morning, ദൈവസഭയുടെ പ്രവൃത്തികൾ the works of God, അതിന്റെ നിലയിൽ കൊണ്ടുവരുന്ന ദൈവം വിശ്വസ്തനായി വെളിപ്പെടുത്താൻ പോകുകയാണ്. God is faithful enough to bring fulfill all his promises. അതുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കണം. You should start praying. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? What should we pray? അതിന്റെ 25 വാക്യത്തിൽ വായിക്കുമ്പോൾ, Verse 25. അതിന് 17-25 വായിച്ചാട്ടെ. Verse 25. അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ധൈര്യം പ്രാപിച്ചു. He became bold enough to pray before God. അതിന്റെ 26. Verse 26. യഹോവേ നീ തന്നെ ദൈവം. ആ ആ ആ ആ നോക്കിയ ദൈവത്തിന്റെ പ്രസാദം വരുന്നു. God's favor is upon them. എപ്പോഴാണ് നന്മയും വാഗ്ദാനം വരുന്നു, God's blessings comes upon the അതിനെ family, മഹത്വത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. and that's been moved into glory. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കാൻ How തയ്യാറാണ്? many of you are ready to pray? എത്ര പേര് ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? How many of you are ready to pray in the കർത്താവേ, presence of God? അങ്ങയുടെ മഹത്വത്തിലേക്ക്, Lord, I want to come into your glory അങ്ങയുടെ വാഗ്ദത്തത്തിലേക്ക് for the fulfillment of your അടിയൻ promises. തിരുസന്നിധി പ്രാർത്ഥിക്കുവാൻ The things that I pray in your presence, ആ ധൈര്യം എന്റെ മേൽ വരട്ടെ. let me have that boldness. എന്റെ മേലുള്ള ദൈവീയ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് തരട്ടെ. Let the promises in my life be അതുകൊണ്ട് ഇന്ന് revealed. രാത്രിയിൽ ഞാൻ പറയുകയാണ്, Let me tell you this ഈ morning, 2025 പ്രാരംഭത്തിൽ ഞാൻ പറയുകയാണ്, during the beginning time of the ദൈവീയ 2025, പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ if you want God's work to be revealed in our lives, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടാകട്ടെ, church should start praying. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഉണ്ടാകട്ടെ, Individuals should start praying. ദൈവത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവസഭയാകട്ടെ. Let the church be
be faithful for God. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന Let ദൈവസഭയായി us have മാറട്ടെ. faith in Him. വിശുദ്ധിയിൽ നിൽക്കുന്ന Let's ദൈവസഭയായി stay for തീരട്ടെ. holiness. അവിടെ ദൈവമഹത്വം ഇറങ്ങും. Then there the God, അവിടെ glory of God will be ദൈവപ്രവൃത്തി കാണും. revealed. You will be able to see God's works. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്തും. He can bring nothing, എത്ര പേര് everything ഇന്ന് from രാത്രി nothing. വിശ്വസിക്കാൻ How many തയ്യാറാണ്? of you can believe that? ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം മാറ്റിയില്ല. God never changed the ദൈവത്തിന്റെ promises. ആലയം ദാവീദിന്റെ ആഗ്രഹിച്ചപ്പോൾ When David wanted to build a temple for God, ദൈവം ശലോമോനെ എഴുന്നേൽപ്പിച്ചു. God made മഹത്വകരമായ ഒരു ആലയം പണിയിപ്പിച്ചു. He made a son to build a ദൈവ glorious തേജസ് കൊണ്ട് temple, നിറയപ്പെട്ടു. and that temple was filled with God's glory. പുരോഹിതന്മാർക്ക് നിൽക്കാൻ വയ്യാത്ത പോലെ When the priests were not able to ദൈവ stand, തേജസ് ഇറങ്ങുവാൻ ഇടയായി God's തീർന്നു. glory was manifested over ദൈവത്തിന്റെ there പാദപീഠത്തിൽ in the presence of God. ദൈവത്തിന്റെ ആലയത്തിനകത്ത് Inside God's ദൈവത്തിന്റെ temple, തേജസ് ഇറങ്ങണം. God's glory should come. ദൈവത്തിന്റെ തേജസ് ഇറങ്ങണം. God's glory should come down. അതാണ് ഞാൻ പറഞ്ഞ വിശ്വാസം വേണം. For that we should have the faith. വിശ്വസ്തത വേണം. We should be faithful. വിശുദ്ധി വേണം. We should be holy. അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങത്തുള്ളൂ. There God's whole അവിടെ glory will ദൈവത്തിന്റെ be പ്രവൃത്തി revealed. ഇറങ്ങത്തുള്ളൂ. God's work will be done over അവിടെ there. ദൈവം സ്ഥിരമാക്കത്തുള്ളൂ. Then God will അവിടെ sustain over ദൈവമഹത്വം there. നിലനിൽക്കത്തുള്ളൂ. God's glory will come over ഇന്ന് there. രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ Can തുടങ്ങിയാൽ we start praying? ഈ ന്യൂ ഇയറിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, Let me tell you this morning, ദുഷ്ടപിശാച് നമുക്കെതിരെ എത്ര പദ്ധതി ഒരുക്കിയാലും doesn't matter how വിശ്വാസത്തോടെ powerful Satan is. വിശ്വാസത്തോടെ നിൽക്കുന്നവരെ തകർക്കാൻ പറ്റത്തില്ല. He will not be able to fail the person who stands for God. വിശ്വസ്തയോടെ നിൽക്കുന്നവരെ തകർക്കാൻ പറ്റത്തില്ല. If you are standing faithfully for God, വിശുദ്ധിയോടെ നിൽക്കുന്നവരെ തൊടാൻ if പറ്റത്തില്ല. you stand for holiness, Satan ഇന്ന് will never രാത്രി be able to അങ്ങനെ touch ഒരു you. തീരുമാനം അകത്ത് വരട്ടെ. Let us have that decision in our heart. എന്ത് വന്നാലും ഞാൻ വിശ്വാസത്തോടെ നിൽക്കും. Whatever happens, I stand for faith. എന്ത് വന്നാലും ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. Whatever happens in my life, I will be faithful. എന്ത് വന്നാലും ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. Whatever happens, I stand for holiness. അങ്ങനെ തീരുമാനിച്ചാൽ If you take a decision, സ്വർഗ്ഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. we will be able to see God's work. ഇളകാത്തതാണ്. That will remain അത് forever. നിത്യമായതാണ്. That is an eternal. ദൈവം തരുന്നത് നിത്യമാണ്. Whatever God gives is അത് eternal. കുടുംബത്തിനകത്ത് വെളിപ്പെടും. Let that be revealed in the family. അത് വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടും. That will be revealed personally. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? How many of you have a desire for that? അവർക്ക് വേണ്ടി ദൈവം ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിക്കും. God will show his യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. when you come to the book of Joel, ദൈവത്തിന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ച് God who works for the nations, തന്റെ ജനത്തെ ഞാൻ ആദരിച്ചു. God will bless the nation. നമുക്ക് വേണ്ടി തീക്ഷ്ണത കാണിക്കുന്ന ഒരു ദൈവം ഇറങ്ങി. There's a God who does wonders for us. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? Are you ready to pray? ഒരു നിമിഷം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? Can we submit ourselves in the presence of എല്ലാവർക്കും God? ദൈവത്തിൽ എഴുന്നേറ്റ് Can we നിൽക്കാം. stand in the presence of God? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. Lord, I want to stand for faith. ദൈവസന്നിധി എനിക്ക് കർത്താവിനെ വിശ്വസ്തയോടെ നിൽക്കണം. I need to be faithful. I would like to be faithful in your എനിക്ക് വേണ്ടി presence. വിശുദ്ധിയോടെ കർത്താവിനെ വിശ്വസ്തയോടെ നിൽക്കണം. I want to be holy in your ഈ presence. 2025 ജീവിതത്തിൽ This 2025 year, കർത്താവ് തന്നത്, if God has given me this year, കർത്താവ് ഓരോ ദിവസങ്ങളും every day വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ. I'll walk with faith. എന്താ വിശ്വാസം? What is faith? ദൈവത്തിൽ എന്താ വിശ്വാസം? What is faith? നമുക്കറിയാം, ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. It's beyond കാണാത്ത imagination. കാര്യങ്ങളുടെ നിശ്ചയമാണ്. It is a faith of ദൈവത്തിൽ substance of things വിശ്വസിക്കണം. that we believe for. ദൈവത്തിൽ വിശ്വസിക്കണം. Can we believe കർത്താവ് that? എനിക്ക് വേണ്ടി കർത്താവ് പറഞ്ഞത്, God, what you've told for me, അത് ഞാൻ വിശ്വസിക്കുകയാണ്. I'm going to believe അത് that. ഈ 2025 ഞാൻ കാണും. I will see that in ആ 2025. വിശ്വാസം അകത്തേക്ക് വരട്ടെ. Let that belief come into ദൈവ your heart. സാഹചര്യം നോക്കിയിട്ടല്ല പറഞ്ഞത്. He never looked into the പക്ഷേ situations. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a power of God that works for the people. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a power of God that works for the people അത് who believe. അസാധാരണമാകുന്ന ശക്തിയാണ്. That is a supernatural അത് power. ശത്രു തൊടുവാൻ കഴിയാത്ത വിധത്തിലുള്ള Satan ശക്തിയാണ്. will not be able to അത് touch. ലോകത്തെ ജയിച്ച ശക്തിയാണ്. That is a power that has conquered the world. ശത്രുവിന്റെ കോട്ട ഇടിച്ച ശക്തിയാണ്. That has conquered the nations of ഇന്ന് രാത്രി വിശ്വാസത്തോടെ Satan. പ്രാർത്ഥിക്കാമോ? Can we start praying? വിശ്വസ്തയോടെ നിൽക്കാൻ faithfully? കഴിയുന്നവരെ If you're ready to stay faithfully, സ്വർഗ്ഗം ഇറങ്ങി വരാൻ പോകുകയാണ്. God is going to come down. Heaven is സ്വർഗ്ഗത്തിൽ going to come ദൈവം down. നോക്കുകയാണ്. God is looking up from heaven. വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Faithful people are becoming less. എന്നാൽ വിശ്വസ്തതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ സ്വർഗ്ഗം കാണുന്നു. God is looking into people who would like to stand for faithfulness, and God is going to work
for them. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരെ ദൈവം കാണുന്നുണ്ട്. God is looking for the people who stand for holiness. അല്പമേ ശക്തിയുള്ളെങ്കിലും Even if you are tiny, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. when we read through the Bible scriptures, we could see. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ ദൈവസഭയെ നോക്കി ഒരു ദൂത് പറയുന്നുണ്ട്. There's a revelation. When you come to the book of Revelation, there's a prophecy that has been told. അല്പമേ ശക്തിയുള്ളെങ്കിലും You have only little നീ faith. എന്റെ വചനം കാത്തതുകൊണ്ട്, Since you've kept my word, നീ എന്റെ വചനം കാത്തതുകൊണ്ട്, since you've kept my word, ഞാൻ നിന്നെ കൈവിടത്തില്ല, I will not leave you. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. I will not forsake ഇന്ന് you. രാത്രി ദൈവസന്നിധിയിൽ വിശ്വസ്തതയും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ Let's stand for faithfulness. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. Can we submit and pray in the ഒരു presence നിമിഷം of God? ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. Can we pray ഒരു faithfully? നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് Can we പാടിയാട്ടെ. submit ourselves in the presence of God? വിശുദ്ധിയെ തികച്ചിടുവാൻ In order to complete the complete ഈ പാട്ട് holiness. പാടുമ്പോൾ When we sing this song, ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വാസത്തോടെ പറയണം, let's sing this with boldness. എന്റെ ദൈവത്തിന്റെ പാദമെടുത്ത് ലോകം പാപം പിശാച് എന്നെ തുടരുത്. Satan and sin should not touch me. വിശ്വസ്തയോടെ നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ. Like, give me the grace to stand faithfully. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോളൂ. Let's pray. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പാടി Let's തുടങ്ങാം. pray. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തില് When we stand in the presence of God, വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. He is the finisher of our faith. അത് നമ്മെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. He will bring that to അത് fulfillment. നമ്മുടെ ജീവിതത്തിൽ വിടുതലാക്കി മാറ്റും. He will make that into deliverance. വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ Let's stand for holiness. സ്വർഗ്ഗം തുറന്നു വരും. Heaven will come down for you. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. Let's start praying. ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ. Let's start speaking to God. ദൈവത്തോട് സംസാരിച്ചാട്ടെ. Let's start speaking to God. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. Let's start praying. കർത്താവേ, Lord, എനിക്ക് വിശ്വാസത്തോടെ നിൽക്കണം. I want to stand with faith. എനിക്ക് വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. I want to stand for faith. എനിക്ക് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. I want to stand for holiness. എനിക്ക് വിശ്വസ്തയോടെ നിൽക്കണം. I want to be faithful. എന്റെ ജീവിതത്തിൽ കർത്താവേ, Lord, in my life, നല്ലവനും വിശ്വസ്തനും എന്നുള്ള ദാസനെ ഒന്ന് വിളി കേൾക്കണം. I want to hear the voice calling me faithful servant. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? How many of you can pray? എത്ര പേര് ദൈവമുഖത്ത് വെക്കുന്നു? How many of you can look into the face of God? Hallelujah. Hallelujah. Thank you Lord. Thank you Lord. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ കൃപയേകിടണേ. സ്നേഹത്തിൽ എല്ലാം ജീവിക്കാൻ ബലം നൽകിടണേ. ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കിട്ടിയതാണെന്നെ നിന്നതല്ല, എത്ര സ്തുതിച്ചിടണം. കിട്ടിയതാണെന്നെ നിന്നതല്ല, എത്ര സ്തുതിച്ചിടണം. ഓ നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നാൾ പാർത്തിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി മുന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി മുന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതു യേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ
വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കുമൊരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. ഒന്നിക്കുമൊരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. ഓ എന്തിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ, എന്തിനി പ്രിയന്റെ പൊന്മുഖം കാണുവാൻ ആശ്രയേറിടുന്നേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ ഈ 2025 നിൽക്കുമ്പോൾ, when we stand on the new year 2025, ഞങ്ങളെക്കുറിച്ച് ദൈവം എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ, whatever you desires of us, ദാവീദിനോട് നാഥാം പ്രവാചകൻ ചെന്ന് പറഞ്ഞതുപോലെ, as prophet Nathan told to David, ആലോചന കേട്ട് ദാവീദ് കാൽച്ചുവട് വെച്ചെങ്കിൽ, as David took steps according to that, ഞങ്ങളോട് പറഞ്ഞ ദൈവം ഈ ആലോചനകളൊന്നും Lord, the promises that you've given for us, മറുതലിക്കാതെ, Lord, help us to be submissive to that. വിശ്വാസത്തോടെ നിൽക്കുവാൻ, Let's be faith. We'll to take steps of faith. വിശ്വസ്തയോടെ നിൽക്കുവാൻ, Let's be faithful in your presence. വിശ്വസിക്ക് വേണ്ടി നിൽക്കുവാൻ, Let's stand for holiness. കർത്താവിന്റെ വരയിൽ ഒരുങ്ങി പാർക്കുവാൻ, Lord, let's prepare us. Help us to prepare ourselves for your second coming. Help us fast. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. എല്ലാവരും ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. Let's pray together. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, When all of us pray, എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. when all of us praising God, and ഇത്രത്തോളം praying, സമയം നമുക്ക് ദൈവത്തിലായിരിക്കാൻ കൃപ തന്നു. God helped us to be in the presence of ദൈവം ഈ God. ആലോചന കൊണ്ട് നമ്മെ നിറച്ചു. God talked to us. കർത്താവ് നമ്മോട് സംസാരിച്ചു. God is speaking to us. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാജി ബദർ പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് സമാധാനത്തോട് ഈ ആലയത്തിൽ ഞങ്ങൾ കടന്നു ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗ്ഗയിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശാലനുഗ്രഹപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗയിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കർത്താവെ അഭിഷേകം ചെയ്ത് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ
കരം ഞങ്ങളുടെ മേൽ കർത്താവെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. വിശ്വാസത്തോടും കർത്താവെ ഹല്ലേലൂയ വിശ്വസ്തയോടും കർത്താവ് വിശുദ്ധിയോടും നിൽപ്പാൻ തക്കോണം സ്വർഗ്ഗം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. സഭയുടെ കെട്ടുമുള്ളുകൾക്ക് വേണ്ടി കർത്താവെ ചുമലോടുപ്പാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ഈ 2025 കർത്താവെ ഞങ്ങൾക്കൊരു ആലയം തരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിനുമേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കോണം സ്വർഗ്ഗം ഇടയാക്കണമേ. സ്വർഗ്ഗീയ പിതാവേ ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കോണം സ്വർഗ്ഗീയക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പുതുവർഷത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാനുമോ തിരുമേനിയെടുത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശ്രീതാവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്താട്ടെ. ഇത്രത്തോളം സമയം ദൈവത്തിലായിരിക്കാൻ കൃപനായി സ്തോത്രം ചെയ്താട്ടെ. ദൈവകൃപ നമ്മെ പൊതിയുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്ന ആരോഗ്യത്തിനും ബലത്തിനും സൗഖ്യത്തിനുമായി സ്തോത്രം ചെയ്താട്ടെ. 2025 കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഈ പുതുവർഷത്തെ ശക്തിയോടെ നിൽക്കാൻ കൃപനായി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കേട്ട വചനങ്ങളെയും ദൈവീയാലോചനകളെയും വിശ്വസ്തയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും അത് നിലനിൽക്കുവാൻ ദൈവം കൃപ തരേണ്ടതിനായി ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹത്തോടെ പോ അയക്കാടിയാനിയഗോവ മനസാലിയുടെ കോന്നത പരനെ വന്ന് മനസാലിയുടെ വന്ദനം നീ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ലോകത്തിലെ വിശുദ്ധമാരുടെ മേലും പുതുവർഷത്തിന്മേലും കർത്താവിൻ്റെ രണ്ടമരിയിരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന കർത്താവിനെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയംഗമായി